കണ്ണൂർ ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിൽ ഇരിട്ടി, മട്ടന്നൂർ, പേരാവൂർ, കൊട്ടിയൂർ, വാഴമല പ്രദേശങ്ങളിൽ ശക്തിയേറിയ മഴയാണ്. പല സ്ഥലങ്ങളിലും വൈദ്യുതിയില്ല. പഴശ്ശി ഡാമിന്റെ 10 ഷട്ടറുകൾ 1 സെന്റിമീറ്റർ ഉയർത്തി. ഷട്ടറുകൾ ഉയർത്തിയതിനെ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. വിവരങ്ങളുമായി കെ ശശിധരൻ ചേരുകയാണ്. ശശിധരൻ, വിശദാംശങ്ങൾ. കണ്ണൂര് അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ പെയ്യുകയാണ്. മലയോര മേഖലയിൽ തീവ്ര മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതീവ ജാഗ്രതയാണ് മലയോര മേഖലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുഴകളൊക്കെ തന്നെ നിറഞ്ഞൊഴുകുന്നു. വളപട്ടണം പുഴ, ധർമ്മടം പുഴ, അഞ്ചരക്കണ്ടി, ചെറുപുഴ, കുപ്പംപുഴ എന്നിവയൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ്. അതോടൊപ്പം തന്നെ പഴശ്ശി ഡാമിന്റെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 13 ഇപ്പോൾ തുറന്നിട്ടുണ്ട്. 2 മീറ്റർ, 1 മീറ്റർ, 1.5 മീറ്റർ അളവിലാണ് ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പേരാവൂർ ചെക്കേരിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട്ടിലെ 3 പേർക്ക്, അച്ഛനും അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ ഇതുവരെ 64 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായും തകർന്നു. തളിപ്പറമ്പ് മേഖലയിൽ 15ഓളം വീടുകൾ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലാണ് ഒരു വീട് പൂർണ്ണമായും തകർന്നത്. തലശ്ശേരി, ഇരിട്ടി താലൂക്കിലും അതോടൊപ്പം തന്നെ കണ്ണൂർ താലൂക്കിലുമെല്ലാം വീടുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് പലയിടങ്ങളിലും നാശം വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി ശശിധരൻ, കണ്ണൂരിൽ നിന്നും കെ ശശിധരനാണ് തത്സമയം നമ്മോടൊപ്പം ചേർന്നത്.